ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാൻ പോവുകയാണ് ഞാൻ. അതായത് നിങ്ങളുടെ സ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലവ് ലൈഫിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു, എന്തൊക്കെയാണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ്, എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഹി ഓർ ഷീ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ചെറിയ ഷോർട്ട് ഇട്ടിട്ടാണ് സാധാരണ പോകുന്നത്, ഇന്നത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, പിന്നീട് നമുക്ക് ഇത് ടൈംലെസ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നു, അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നു. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മളുടെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചെയ്യണം. ഇത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഒറാക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ്, ലവ് ഒറാക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ ഇതെല്ലാം നോക്കുന്നത്. ഓക്കെ, നോക്കാം. ടാരോട്ടൊന്നും എടുക്കുന്നില്ല, ആവശ്യം വന്നാൽ മാത്രം നോക്കാം. ആദ്യത്തേത് അൺസാറ്റിസ്ഫൈഡ് ആണ് ഒരു കാർഡ് വന്നിരിക്കുന്നത്. അൺസാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, നിങ്ങളുടെ ബന്ധം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഐ വാസ് ഇൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. നമ്മൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതിൽ ഞാൻ എന്തായിരുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് കെമിസ്ട്രിയാണ് പറയുന്നത്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഈ ഇൻറ്റൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബന്ധത്തിൽ അതൊരു പാഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അഭിനിവേശം മാത്രം ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഗോസിപ്പ്. എന്നാൽ ഞാൻ ഭയപ്പെട്ടിരുന്നു. എന്ത്? ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. മറ്റുള്ളവരെന്ത് കരുതും നമ്മളെക്കുറിച്ച് എന്നോർത്ത് ഞാൻ ഭയപ്പെട്ടിരുന്നു. അതായത് ഗോസിപ്പുകളിൽ ഭയമുള്ളൊരു വ്യക്തിയാണ്. നെഗ്ലക്റ്റഡ് കാണിക്കുന്നുണ്ട്. ഐ ഫെയിൽ ടു ഗീവ് യു വാട്ട് യു നീഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തരേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായി തന്നിട്ടില്ല എന്നാണ്. അതായത് നേരത്തെ പറഞ്ഞു അല്ലേ, പാഷനായിരുന്നില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നു ഗോസിപ്പുകളിൽ ഭയമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് നിങ്ങൾക്ക് തരേണ്ട കാര്യങ്ങളൊന്നും തന്നെ തന്നിട്ടില്ല എന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, എല്ലാം ഒന്ന് ഒളിച്ചു വെച്ചു. നിങ്ങളുടെ കാണിക്കുന്ന സ്നേഹം തിരിച്ചതുപോലെ കാണിക്കുവാൻ ഈ ആൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ നിങ്ങളോട് തുറന്നു പറയുന്നു. അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. ഇതിവിടെ തീരുന്നില്ല എന്നാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള ഈ വിഷയം ഇവിടെ തീരുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡിസ്കഷനിലൂടെ പരിഹരിക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാനുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി പറയുന്നു. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തത് പറയുന്നത് സെൽഫ് ലവ്. ഞാനിപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ബന്ധത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ, ആദ്യകാലങ്ങളിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സെൽഫ് ലവ് ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അതിന് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഞാനൊന്ന് ഹീലാകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അതിലേക്ക് ശ്രദ്ധ കൊടുത്തിരിക്കുന്നു എന്നാണ്. ഓക്കെ, എന്നാൽ റെമിനിസിങ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് ഐ മിസ് ഔർ ഇൻസൈഡ് ജോക്സ്. നമ്മൾ ഒരുപാട് തമാശകൾ പറഞ്ഞിരുന്നു. ഒരുപാട് തമാശകൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുപാട് തമാശകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തമാശകൾ ഒക്കെ എനിക്കിപ്പോൾ മിസ് ചെയ്യുന്നു. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു നിൻ്റെ ആ തമാശകൾ, നിൻ്റെ സംസാരം, നിൻ്റെ ചിരി, ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. റണ്ണർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഞാൻ നിന്നിരുന്നു. നീ ചേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു റണ്ണറായിട്ട് ഞാൻ അവിടെ കാണിക്കേണ്ടി വന്നു. കാരണം എനിക്ക് ഭയമുണ്ടായിരുന്നു ഒന്ന് ഗോസിപ്പിൽ. ഓക്കെ,
മനസ്സിലായല്ലോ? ഗോസിപ്പിൽ എനിക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിൻ്റെ ആ ഒരു സ്നേഹം അത് വളരെ അമിതമായിരുന്നു. അത് വളരെ ഒരു പാഷനായിരുന്നു. ആർക്കും നിനക്ക് എനിക്ക് പാഷനായിരുന്നില്ല. എൻ്റെ മനസ്സിലുള്ള സത്യസന്ധമായ സ്നേഹമായിരുന്നു. പക്ഷേ നീ ആ ഒരു സ്നേഹം എന്നോട് കാണിച്ചപ്പോൾ ഞാൻ നിന്നിൽ നിന്ന് അകന്ന് ഓടാൻ ശ്രമിച്ചു എന്ന് തുറന്നു പറയുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിയുന്നതും ചേസ് ചെയ്യാതിരിക്കുക. ഇപ്പം മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണിത്. പിന്നെ ന്യൂ ചാപ്റ്റർ. എന്നാൽ ഇപ്പോൾ എൻ്റെ ഹീലിങ്ങിലൂടെ ഞാനിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു, ഞാൻ ഹീൽ ചെയ്യുന്നു. അത് പല മാർഗങ്ങളിലൂടെ ആയിരിക്കാം. യോഗയായിരിക്കാം, മെഡിറ്റേഷനായിരിക്കാം, പല രീതിയിൽ നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയും അല്ലേ? അപ്പോൾ അങ്ങനെ ഹീൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, നമ്മുടെ കഴിഞ്ഞ ആ ചാപ്റ്റർ അത് പോയിക്കോട്ടെ. അവിടുന്ന് ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ. അത് അതിൽ നിന്നൊക്കെ അതെല്ലാം മറക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ആ കഴിഞ്ഞു പോയതിനെയൊക്കെ ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടൊരു ന്യൂ ചാപ്റ്റർ നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് പറയുന്നത് കോൺവെർസേഷൻ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട് ഇപ്പോൾ. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളുടെ ഒച്ച കേൾക്കുവാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് വളരെയധികം താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകണം. നമ്മൾ പല കാർഡ്സ് കണ്ടു, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൂടുതലുള്ളൊരു വ്യക്തിയാണ് എന്ന് കാണിക്കുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ഒരുപാട് ഫിനാൻഷ്യൽ കാര്യങ്ങളിലും അതുപോലെ തന്നെ എൻ്റെ ഇമോഷണൽ ആവശ്യങ്ങളിലും നീഡ്സിലും എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എനിക്കിപ്പോൾ ധനം മാത്രം പോരാ, എൻ്റെ ഇമോഷണൽ ആൻഡ് ഫീലിങ്സ് കാര്യങ്ങളിൽ എല്ലാം തന്നെ എനിക്ക് ഒരു സ്റ്റേബിളായിരിക്കണം. എൻ്റെ അകത്തെ ആവശ്യങ്ങൾ കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിന് ഞാൻ വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നു എന്ന് കാണിക്കുന്നത്. ഈ കാർഡ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാഡോ സൈഡ്. നീയാണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നുണ്ട്. യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അപ്പോൾ എൻ്റെ പോരായ്മകൾ, എനിക്ക് ധാരാളം പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകളെല്ലാം തന്നെ നീയാണ് എന്നെ പഠിപ്പിച്ചു തന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തെല്ലാം ഈ കാര്യത്തിൽ പറഞ്ഞാലും, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പരസ്പരം ഇത് വിട്ടുപോകാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ സോൾ ടൈ ആണ്. നിങ്ങളുടെ ആത്മാക്കൾ തമ്മിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്നാണ്. ആത്മാക്കൾ തമ്മിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ് തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ്. അപ്പോൾ അതായത് സോൾമേറ്റ് എന്ന് പറയാം, ടിൻ ഫ്ലെയിം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ സോൾസ് തമ്മിലുള്ള അവിടെ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നു, കെട്ടിവെച്ചിരിക്കുന്നു. അതാരായിരിക്കും അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? സോൾസ് തമ്മിൽ കെട്ടിവെക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ആരാണ്? അത് ഡിവൈനാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണെന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാർഡ്സ് കൊണ്ടാണ് നമുക്കിനി ടാരോ കാർഡ് എടുക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അതായത് ഇപ്പം നിലവിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ്. നിങ്ങൾ പിന്നെ ബ്രേക്കപ്പിൽ ഇരുന്ന ആൾക്കാരാണ്. ആ ബ്രേക്കപ്പിൽ നിന്നും വീണ്ടും നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമുക്ക് ഇനി എനിക്കിതുപോലെ ഒരു പിന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ ബന്ധമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഇത് പിന്നെ ഡിവൈൻ്റെ ഡിസിഷനാണ്. അതായത് ഡിവൈൻ ലവ് ആണ്. ആ സ്പിരിച്വൽ കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളുടെ സോൾ ടൈ ആയി പോകും. നമുക്കൊരിക്കലും അതിനെ മറികടക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മെസ്സേജസ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.